ഹലോ ഉസ്മാൻ ചല്ലേ നിങ്ങാടെ ഇല്ലേ? ഒന്ന് വേഗം വാ, നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാണ് നമുക്ക് പോവാൻ. തിരക്കുണ്ട് എനിക്ക്. ആ രാഘവ ഞാൻ വരുന്നുണ്ട്. നീ പറഞ്ഞ അതിൽ തന്നെ വരുന്നേ. അതെ, നമ്മൾ ഡാമർ റോഡ് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന കട്ട റോട്ടിലല്ലേ അതിൽ ഉള്ളിയെ വരുന്നു. ഞാൻ അടുത്ത് പോയിരുന്നു. ഞാൻ ഇവിടെ കുമാരൻ്റെ അടുത്ത് ഒരു പയ്യനെ കച്ചവടാക്കിയിട്ട് അവിടെ മുണ്ടി കൊണ്ടായി. അങ്ങനെ ഞാൻ അടുത്ത് കേപ്പത്തിയാവേ രാഘവ. അയ്യോ, എത്ര സമയമായിട്ടാണ് കാത്തിക്കുന്നു. ഞാൻ ആ കുമാരൻ്റെ അടുക്ക പയ്യനെ കച്ചവടം ഇന്നലെ മുണ്ടിക്കോട്ടെ അതിന് കൊടുത്തു വന്നില്ല. അപ്പം അതിനും വില ആക്കിയിട്ട് ഞാൻ വെച്ചിന്. നിന്റെ സാധനം എടുത്തു അടേട്ടാ സാധനം നോക്കാം കച്ചവടാക്കാം. ആയിക്കോട്ടെ. ബാച്ച ഇതിനാട്. ഓ ഇതെന്നാട്. ഓ രാഘവ, എത്ര ഉണ്ട് ഇത്? ഗാഡി തന്നെ ഉണ്ടെങ്കിൽ അതെ. എങ്ങനെ റേറ്റ് എങ്ങനെ? റേറ്റ് പറഞ്ഞാൽ ഈ ഒരു 26 തരാം. മൂന്നെണ്ണത്തിനാ? മൂന്നെണ്ണത്തിനാ. എത്ര തൂക്കുണ്ട്? അങ്ങനെ തൂക്കുമല്ല അടിച്ചാ. നിങ്ങൾ പറഞ്ഞ നടക്കല്ല. നിങ്ങൾ വണ്ടി കൊണ്ടിട്ടേ വണ്ടി ഉണ്ട്. പെട്ടെന്നാണ്, എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കച്ചവടം നേരെ മുണ്ടിട്ട് 26 എനിക്ക് മറ്റേ മോയിത് കുഞ്ഞു വന്നു. അത് ഇത്ര ഒരാടിന് ഒരു 1000 റുപ്യ ജാസ്തി തന്നു. രാഘവ, ഞാനൊരു വില പറയാം. അതിന് തരുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ 15 റുപ്യക്ക് തരുന്നത് കച്ചവടം. അയ്യോ, ഒരു 26 പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആക്കി തരാം. അതിനെന്തോ 1 റുപ്യ വീത്ത കുട്ടാനായ. കാരണം എന്ത് തൂക്കം കുറഞ്ഞു തൂക്കം 15 എന്തും കൂട്ടിത്താച്ചാ. അതാണ് എങ്ങനെയെങ്കിലും ഒഴിവാൻ വേണ്ടിയിട്ട് നമുക്ക് നാട്. ഏയ്, എന്തെന്നീ പരിപാടി? നിങ്ങൾ ഒറ്റ നേരത്തെ വേണ്ടി കേൾക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇപ്പം വന്നത്. കുമാരേട്ടനാ ഇച്ചൊരു ആട്ടിനെ ചോദിക്കുന്നു, അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന്. രാഘവ, ആട്ടിൻ്റെ പള്ളി കഴിക്കുന്നേ എന്നെ വണ്ടി പറഞ്ഞിട്ട് എൻ്റെ പാക്കേജിൽ കൊടുക്കാം. പൈസ എത്ര ചേർക്കണ്ട. അതെ, ഒരു 500 റുപ്യ കൂട്ടി. എന്ത് ആടിനെ കച്ചവടം വെക്കുന്ന? ആട് വെച്ചിട്ട് ആടിനെ കച്ചവടം വെക്കുന്നത് ഇതെൻ്റെ ആടല്ലേ? രാഘവ, ഇപ്പം ആരാടിത്? രാഘവ, നിന്റെ പണിപ്പ് ചെയ്താൽ കച്ചവടം കള്ള കച്ചവടം. ആടിനെ കച്ചവടം വന്നതാ. ആട് കട്ടന്മാർ ആട് കച്ചവടം വരുന്നു.